ഉണ്ടാക്കാൻ പോണത് മരിച്ചിനിയും ഈ മീനുമാണ് കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത്. ഇതൊക്കെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് ഒരു പാത്രത്തിലിട്ടെടുത്തിട്ട് അഴിച്ചെടുക്കാം. വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നമുക്കൊരു 7-8 മുളക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് കിണ്ടി കൊടുക്കാം. ഈ മുളകൊന്ന് ചൂടാവാൻ വേണ്ടി നമുക്കിത് നല്ല മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു സ്പൂണ് ഉലുവാപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് കിണ്ടി കൊടുക്കണം. മുറുത്തേങ്ങ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഒരു ചെമ്പ് പരുവത്തിൽ ആവുന്ന വരെ നമുക്കൊന്ന് മീനെ ഒന്ന് കിണ്ടി കൊടുക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കിണ്ടി കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വയ്ക്കരുത്, കുറച്ച് വെച്ചാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ മസാല വറക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് അത് കരിഞ്ഞു പോകും. തണുത്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ആട്ടിയെടുക്കാം. നമുക്ക് ഈ ജാറിലിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കൊന്ന് ആട്ടിയെടുക്കാം. ഈ ചട്ടിയിലൊന്ന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പുളി നമുക്കൊന്ന് കരച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുക്കാം. തിളച്ചരിയാണ് നമ്മൾ ഇത് വന്ന് സ്പൂൺ വെച്ചുകൊണ്ട് നമുക്ക് കിണ്ടി കൊടുക്കാം. ഇല്ലെങ്കിൽ പുറത്ത് പോകില്ല പുളി. കറി ഒന്ന് വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് തീ ഒന്ന് ഓഫാക്കാം. ഇത് നമുക്ക് ഒരു മുറി തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ പച്ചമുളകാണിത് 4 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതൊരു 4 പീസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടച്ച് വയ്ക്കാം. ഒന്ന് ആട്ടിയെടുക്കാം. നമുക്കൊന്ന് തീ ഒന്ന് ഓഫാക്കാം. വെള്ളം കളഞ്ഞെടുക്കാം. തുറന്ന് നമുക്ക് ഈ ഉരുട്ട് കട്ട വെച്ച് നമുക്കൊന്ന് ഇതിന് ഇടിച്ചെടുക്കാം. എന്നാലാണ് കിഴങ്ങ് നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എന്താ ഇതുപോലെ ഇടിച്ചെടുക്കണം. നല്ല എണ്ണ കഴിഞ്ഞെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ച് കിണ്ടിയെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഒരിക്കൽ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഈ മസാല നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം.
ഇതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഇങ്ങനെ സ്പൂൺ വെച്ച് നമുക്ക് ഇങ്ങനെ കിണ്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും കൊടുക്കുന്നത് പോലെ നമുക്കിതിനെ ഒന്ന് കിണ്ടി കൊടുക്കാം. വെന്ത് കഴിഞ്ഞ് ചൂടാക്കി നമ്മളെടുത്ത് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. പൊടിമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വത്തൽ മുളക് എടുത്തത്, ഇത് പൊടിച്ച് വെച്ചേക്കാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് കുറച്ച് നല്ല മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് മിക്സിയിൽ വെച്ച് ഒന്ന് ആട്ടിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതാണ്. ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഇതിങ്ങനെ അകത്തൊക്കെ നമ്മൾ മസാല തടവുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ള രുചി നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ നമുക്ക് അകത്തൊക്കെ എടുത്ത് മസാലകൾ വെച്ച് കൊടുക്കണം. ഒരു ചട്ടി ഒന്ന് അടുപ്പത്തെടുത്ത് വയ്ക്കാം. അപ്പം ചട്ടി ഒന്ന് ചൂടായി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മീനൊന്ന് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. ഇത് വെന്ന് നമുക്ക് കോരിയെടുക്കാം. നമുക്കൊന്ന് മീനൊന്ന് നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ